പലതരം ലോണുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇതാദ്യമായി പുസ്തകങ്ങൾക്കായി ഒരു ലോൺ സംവിധാനം ഒരുക്കുകയാണ് മട്ടാഞ്ചേരി സ്വദേശി കോയമണിയും കൂട്ടുകാരും. ഉപരിപഠനത്തിനായി ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ ലോണായി നൽകും. പഠനം കഴിഞ്ഞാൽ തിരികെ നൽകിയാൽ മാത്രം മതി. നിരവധി പേർക്ക് കൈത്താക്കാകുന്ന ലോൺ എ ബുക്കിനെ കുറിച്ചറിയാം. വിദ്യാർത്ഥികൾ തുടങ്ങിയ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലെ കുറച്ചു കൂട്ടുകാർ ചേർന്ന് ഉപരിപഠനത്തിന് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകാൻ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൽ നിന്നും രൂപം കൊണ്ടതാണ് ലോൺ എ ബുക്ക്. ഞങ്ങൾ ഒരു സ്കൂൾ ബാച്ച് ഉണ്ട്, 1983-84 ബാച്ച്. അപ്പോൾ അതിൽ 90ഓളം മെമ്പർമാരുണ്ട്. അതൊരു അഡ്വക്കേറ്റ് ഉണ്ട്, TK നവാസ്. പുള്ളിയാണ് ഇങ്ങനെ ഒരു ആശയം നമ്മളോട് സമർപ്പിച്ചത്. ഇതിനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നി. അതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത്. തുടക്കം കുറിച്ചത് അങ്ങനെയാണ്. അതിലാദ്യത്തെ പുസ്തകം നമ്മൾ കൊടുത്തു തുടങ്ങിയത് സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരു കുട്ടിക്കാണ്. ഉപരിപഠനത്തിന് സഹായകരമായ പാഠപുസ്തകങ്ങൾ ശേഖരിച്ച് അത് വിദ്യാർത്ഥികൾക്ക് ലോൺ മാതൃകയിൽ നൽകുന്നതാണ് രീതി. ഉപയോഗശേഷം പുസ്തകങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ മാത്രം മതി. മട്ടാഞ്ചേരി സ്വദേശി കോയാമണിയുടെ വീട്ടിലാണ് പുസ്തക ശേഖരണത്തിന് ഈ ലൈബ്രറി ഒരുങ്ങിയത്. അറിവിനൊരു കൈത്താങ്ങ് എന്നാണ് ഞങ്ങൾ ഇതിനകത്തൊരു മുദ്രാവാക്യം വെച്ചത്. ഈ അധ്യയന വർഷം തന്നെ നമ്മളിപ്പോൾ ഏകദേശം ഒരു 100ഓളം പേർക്ക് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ജില്ല വിട്ട് വരെ ഇപ്പോൾ എൻക്വയറി വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് എന്നുള്ള ഒരു വീട്ടിൽ നിന്ന് എൻക്വയറി വന്നു. അപ്പോൾ നമുക്കത് നേരിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളത് കൊറിയർ അയച്ചു കൊടുത്തു. അതൊരു വളരെ നിർദ്ധനരായിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് കോൾ വന്നത്. 90ലധികം വിദ്യാർത്ഥികൾക്കാണ് ലോൺ എ ബുക്കിലൂടെ ഇതുവരെ പുസ്തകങ്ങൾ ലഭ്യമായത്. ഉപരിപഠനത്തിന് പുസ്തകങ്ങളില്ലാതെ നിരവധി പേർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് കൈത്താങ്ങായി ലോൺ എ ബുക്ക് ഇവിടെയുണ്ട്. ക്യാമറമാൻ സജി പോത്തുങ്കലിനോടൊപ്പം അർച്ചന വിനോദ്, കൈരളി ന്യൂസ്, കൊച്ചി.